എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ മാമം മുതൽ മംഗലപുരം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കടമ്പാട്ടുകോണം മുതൽ ആയങ്കോണം വരെയും ആറ്റിങ്ങൽ ബൈപ്പാസിലെ ആയങ്കോണം മുതൽ മാമം വരെയും ഉള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് മാമം പാലത്തിനടുത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ മാമത്ത് നിന്നാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് ആരംഭിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഭാഗത്തു നിന്നും ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് 1/2 കിലോമീറ്ററോളം ദൂരമുള്ള പുതിയ ഫ്ലൈ ഓവറിനായി അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. പഴയ DPR അനുസരിച്ച് മാമം നദിക്ക് കുറുകെ ഒരു പാലമായിരുന്നു നിർമ്മിക്കാനിരുന്നത്. പാലത്തിൻ്റെ 2 സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നല്ല ഉയരത്തിൽ മണ്ണിട്ട് നിരത്തേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. ഇവിടെ ചതുപ്പ് പ്രദേശമായതിനാൽ പൈലിംഗ് നടത്തി ഫ്ലൈ ഓവർ നിർമ്മിക്കണം എന്ന ആവശ്യം RKC കമ്പനിയാണ് മുന്നോട്ട് വച്ചത്. വലത് സൈഡിലെ സർവീസ് റോഡിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. പിയറിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കും എന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ കാഴ്ചകളാണ്. സർവീസ് റോഡിന് വേണ്ടിയുള്ള ഭാഗത്ത് മെറ്റൽ നിരത്തി ഉറപ്പിച്ചിരിക്കുന്നതായി കാണാം. RKC കമ്പനി നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കടമ്പാട്ടുകോണം കഴക്കൂട്ടം റീച്ചിൽ 2026 ജനുവരിയോടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ രാത്രിയും പകലുമായിട്ടാണ് വർക്കുകൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ പാലമൂട് ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റോഡിൻ്റെ വലത് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞതാണ്. കൂടാതെ മെയിൻ റോഡിൻ്റെ പകുതി ഭാഗത്തെ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ 2 ഡയറക്ഷനിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. പഴയ നാഷണൽ ഹൈവേ കടന്നുപോയ ഭാഗത്തെ ടാറിങ്ങുകൾ ഇപ്പോൾ ഇളക്കി മാറ്റുകയും അവിടെ സർവീസ് റോഡിൻ്റെയും റീറ്റെയിനിങ് വാളിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. പാലമൂട് ജംഗ്ഷൻ വരുന്ന ഭാഗത്ത് ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ഈ പ്രദേശത്തെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ഉയർന്നും താഴ്ന്നുമാണ് പോകുന്നത്. മെയിൻ ജംഗ്ഷനുകൾ വരുന്നത് ഉയർന്ന ഭാഗങ്ങളിലാണ്. കോരാണി, ചെമ്പകമംഗലം, 16-ാം മൈൽ, തോന്നയ്ക്കൽ, മംഗലപുരം, കണിയാപുരം ഈ ഭാഗങ്ങളൊക്കെ ഉയർന്ന ഭാഗങ്ങളിൽ തന്നെയാണ്. അണ്ടർപാസുകളൊക്കെ നിർമ്മിക്കുന്നതും ഈ ഉയർന്ന ഭാഗങ്ങളിൽ തന്നെയാണ്. പക്ഷേ കടമ്പാട്ടുകോണത്തു നിന്നും ആയങ്കോണം ഡയറക്ഷനിലേക്ക് വരുമ്പോൾ 28-ാം മൈലിലും നാവായിക്കുളത്തും തട്ടുപാലത്തിലുമൊക്കെ അണ്ടർപാസുകൾ വരുന്നത് താഴ്ന്ന ഭാഗങ്ങളിൽ തന്നെയാണ്. ഇവിടെ നിന്നും നേരെ പോകുന്നത് കോരാണിയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിനടുത്തേക്കാണ്. അണ്ടർപാസിന് എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇപ്പോൾ ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണം ഏകദേശം 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. അണ്ടർപാസിനോട് ചേർന്ന് റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കൾവർട്ടിൻ്റെ നിർമ്മാണം പുരോഗമിക്കാനുണ്ട്. പഴയ നാഷണൽ ഹൈവേയുടെ ഇടത് ഭാഗത്താണ് കൂടുതലായി ഇവിടെ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ ഇനി നടക്കേണ്ടതുണ്ട്.
ഈ ഭാഗം എത്തുമ്പോൾ ഇടത് സൈഡിലെ സർവീസ് റോഡ് അല്പം ഉയരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലത് സൈഡിൽ വരുന്ന സർവീസ് റോഡ് താഴെയുമായിരിക്കും. ഈ ഒരു കുന്നിൻ്റെ സൈഡിൽ നിന്നും മണ്ണിപ്പോൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഈ മണ്ണുകൾ കൊണ്ടിടുന്നത്. അവിടെ നല്ല താഴ്ന്ന പ്രദേശമാണ്. ഒരു ഘട്ടത്തിൽ ഇവിടെ റീറ്റെയിനിങ് വാളിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണം പുരോഗമിച്ചതാണ്. കഴിഞ്ഞ മഴയിൽ കുറച്ച് മണ്ണ് ഇടിഞ്ഞിതിന് മുകളിലൂടെ വീണിരുന്നു. അതിനുശേഷം കുറച്ചുകൂടി മണ്ണ് അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. ആ കിടക്കുന്ന മണ്ണാണ് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ മുകളിലായി കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ ചെമ്പകമംഗലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും റോഡിൻ്റെ ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇവിടെയും ഒരു ചെറിയ അണ്ടർപാസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണവും വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ചെമ്പകമംഗലം അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ റോഡിൻ്റെ ഇടത് സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയതായി കാണാം. സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിനായി ആര്യവാൾ ബ്ലോക്കുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സർവീസ് റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് 16-ാം മൈലിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിന് അടുത്തുവരെയാണ്. അണ്ടർപാസുകളുടെ അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുന്ന സമയത്ത് വളരെ താഴ്ന്ന പ്രദേശങ്ങളിൽ കോൺക്രീറ്റ് റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അണ്ടർപാസിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് മാത്രമാണ് ആര്യവാൾ ബ്ലോക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പതിനാറാം മൈലിലെയും അണ്ടർപാസ് വളരെ മുന്നേ തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. ഇപ്പോൾ ഇടത് സൈഡിൽ നിങ്ങൾ കാണുന്നത് 16-ാം മൈലിനും തോന്നയ്ക്കലും ഇടയ്ക്ക് വരുന്ന സർവീസ് റോഡിൻ്റെ ഭാഗമാണ്. സർവീസ് റോഡിൻ്റെ സൈഡിലുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്ത് ലെവലാക്കിയിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അവിടെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതായിരിക്കും. ഇപ്പോൾ തോന്നയ്ക്കൽ വൈറോളജി പാർക്കിൻ്റെ മുൻവശത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുതൽ റോഡിൻ്റെ ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്.
നേരെ മംഗലപുരം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. മെയിൻ റോഡിൻ്റെ വർക്കും കുറച്ച് ഭാഗത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് മംഗലപുരം ജംഗ്ഷനിലേക്കാണ്. മംഗലപുരം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെയാണ് നടക്കുന്നത്. രണ്ട് സൈഡിലെയും ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടതേക്ക് പോകുന്നത് പോത്തൻകോടേക്കും വലതേക്ക് പോകുന്നത് മുരിക്കുംപുഴയിലേക്കുമാണ്. മംഗലപുരം ജംഗ്ഷനിൽ പിയറുകളിൽ സ്ഥാപിക്കുന്ന അണ്ടർപാസാണ് നിർമ്മിക്കുന്നത്. ഒരു സൈഡിലെ പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്കുകൾ വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. അതിൻ്റെ ഇടത് സൈഡിലെ 4 പിയറിൻ്റെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇനി 4 പിയറുകളുടെ വർക്കുകൾ കൂടി പെൻഡിങ് ഉണ്ട്. അതിൽ കൂടി പിയർ ഗ്യാപ്പുകൾ ചെയ്തതിന് ശേഷമായിരിക്കും ഗർഡറുകൾ സ്ഥാപിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റോഡിൻ്റെ മറു സൈഡിലെ കാഴ്ചയാണ്. ഇവിടെ നിന്നും മാമം വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. മാമത്ത് നിന്നും മംഗലപുരം വരെയുള്ള യാത്രയിൽ കൂടുതലും സർവീസ് റോഡ് വഴിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് റോഡിൻ്റെ മറു സൈഡിലെ കാഴ്ചകൾ കൂടി കാണാം. മംഗലപുരം മുതൽ കഴക്കൂട്ടം വരെയുള്ള വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.